കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി പിടിയിലായ ഗോവിന്ദച്ചാമിയെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയി. കനത്ത പോലീസ് സുരക്ഷയിലാണ് കൊണ്ടുപോയത്. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, ഇന്നലെ നടപടികൾക്ക് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണ് തിരിച്ചു കൊണ്ടുവന്നത്. ചാടി അതേ ജയിലിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഗോവിന്ദച്ചാമി. ഇന്നലെ തന്നെ ഉത്തരവ് വന്നതാണല്ലോ. വിയൂരിലേക്ക് എപ്പോഴാണ് കൊണ്ടുപോയത്? ദിവ്യ, വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തായാലും ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം ജയിൽ വകുപ്പ് എടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ പുറത്തിറങ്ങുകയും ചെയ്തതാണ്. ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും ഇന്നലെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ വൈദ്യപരിശോധന, ഒപ്പം മൊഴിയെടുപ്പ്, തെളിവെടുപ്പ്, ഒപ്പം അതെല്ലാം കഴിഞ്ഞ് ശേഷം ഏതാണ്ട് 5:30 മണിയോടുകൂടിയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഇയാളെ ഹാജരാക്കുന്നത്. തുടർന്ന് രാത്രി ഇയാളെ വിയൂരിലേക്ക് കൊണ്ടുപോകുന്നത് സുരക്ഷാ കാരണങ്ങളാൽ വേണ്ട എന്നൊരു നിലപാടിലേക്ക് എടുക്കുകയായിരുന്നു. പോലീസും അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചത്. രാത്രി വിയൂരിലേക്ക് ഇയാളെ കൊണ്ടുപോകേണ്ടതില്ല എന്ന്. ആയാലും പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലത്തേക്ക് ഗോവിന്ദച്ചാമിയെ വിയൂരിലേക്ക് കൊണ്ടുപോകാം എന്നൊരു തീരുമാനമെടുക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7:20 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രത്യേക വാഹനത്തിൽ ഇയാളെ വിയൂരിലേക്ക് കൊണ്ടുപോയത്. വിയൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വീണ്ടും ഇയാളുടെ വൈദ്യപരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് വിയൂരിലേക്ക് കൊണ്ടുപോയത്. കനത്ത സുരക്ഷയിലാണ് ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ വിയൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒരു 12 മണിയോടുകൂടി ഗോവിന്ദച്ചാമി വിയൂർ സെൻട്രൽ ജയിലിലെത്തുമെന്നാണ് കരുതുന്നത്. ശരി, തൃശൂരിൽ നിന്ന് നടരാജ് പരശുറാം കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, ഇന്നലത്തെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അത് ആഭ്യന്തര വകുപ്പിനെ ആകെ നാണക്കേടിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഗോവിന്ദച്ചാമിയുടെ സുരക്ഷ അത് ഏത് രീതിയിലായിരിക്കും, ഏത് സെല്ലിലായിരിക്കും പാർപ്പിക്കുക? മറ്റുള്ള സഹതടവുകാരെയൊക്കെ കാണാനുള്ള അവസരമൊക്കെ ഉണ്ടാകുമോ? എന്തൊക്കെ വിവരങ്ങൾ നൽകാനുണ്ട്? വലിയ സുരക്ഷയാണ് തൃശൂർ വിയൂർ അതിസുരക്ഷാ ജയിലിൽ ഗോവിന്ദച്ചാമിക്കായി ഒരുക്കിയിട്ടുള്ളത്. വളരെ പ്രത്യേകം ക്രമീകരിച്ച ജയിലിലായിരിക്കും ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുക എന്ന് നേരത്തെ തന്നെ ജയിൽ വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴുള്ള കണക്ക് പ്രകാരം ഏറ്റവും കുറഞ്ഞത് ഒരു 11 മണിക്കും 12 മണിക്കും ഇടയിലായിരിക്കും ഗോവിന്ദച്ചാമിയുമായുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ വിയൂർ സെൻട്രൽ ജയിലിലെ പ്രത്യേക ക്രമീകരണങ്ങൾ ഇപ്രകാരമാണ്. അതായത് കേരളത്തിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് ഇത് എന്ന കാര്യം മറക്കരുത്. 3 തരത്തിലുള്ള 3 ടയർ ആയിട്ടുള്ള സുരക്ഷയാണ് ഇതിനകത്തുള്ളത്. സർക്കുലർ ഷേപ്പിലാണ് ഈ ജയിലിന്റെ നിർമ്മാണം എന്ന കാര്യം ശ്രദ്ധിക്കണം. എല്ലാ അറകളിലും CCTV ദൃശ്യങ്ങളുണ്ട്. ഏതാണ്ട് 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലാണിത്. 125 കുറ്റവാളികളാണ് ഇവിടെ നിലവിൽ ഉള്ളത്. 4.2 മീറ്ററാണ് സെല്ലുകളുടെ ഉയരം. സെല്ലിൽ ഫാനും കട്ടിലും CCTV ക്യാമറകളും ഉണ്ട്. ഈ CCTV ക്യാമറകളിൽ വലിയ നിരീക്ഷണം സാധ്യമാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. മാത്രമല്ല, പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല. ബാത്റൂം അറ്റാച്ച്ഡ് ആയ സെല്ലുകളാണ് ഇവിടെ ഉള്ളത്. ഭക്ഷണം മുറികളിൽ എത്തിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മറ്റ് കുറ്റവാളികളുമായി സംസാരിക്കാനോ ഇടപഴകാനോ ഉള്ള സാധ്യതകൾ പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിലുണ്ട്. ഇതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലിയുമുണ്ട്. ഇത്തരത്തിലാണ് ഇവിടെയുള്ള ക്രമീകരണങ്ങൾ. വലിയ രീതിയിലുള്ള സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 11:30 ഇവിടെ ഗോവിന്ദച്ചാമിയെ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായെന്ന് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ 2011 ആ സമയത്ത് ഈ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ കൊണ്ടുവന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരൊക്കെ തന്നെ പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അത്തരത്തിലൊരു അക്രമ സംഭവങ്ങളൊന്നും ഇത്തവണ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വിയൂർ ജയിലിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. അല്പസമയത്തിനകം സുരക്ഷാ ജയിലിന്റെ മേഖലയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. നടരാജ് നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ഭക്ഷണം ഉൾപ്പെടെ ഈ സെല്ലിനകത്തേക്ക് തന്നെ കിട്ടുമെന്നൊക്കെ. അപ്പോൾ 24 മണിക്കൂറും ശക്തമായ നിരീക്ഷണത്തിനുള്ളിൽ തന്നെ ആയിരിക്കും എന്ന് കരുതാം, അല്ലേ?
തീർച്ചയായും ആ നിലയ്ക്കാണ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലെ ക്രമീകരണം. നമ്മൾ ഓർക്കേണ്ടത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും അതീവ സുരക്ഷാ ക്രമീകരണമുള്ള ജയിലാണ് ഇത് എന്നുള്ളതാണ്. അതായത് കൊടും കുറ്റവാളികളെ UAPA ചുമത്തിയിട്ടുള്ള കുറ്റവാളികളെ അല്ലെങ്കിൽ ഭീകരവാദ ബന്ധം ആരോപിച്ച് ജയിലിൽ കിടക്കുന്നവർ ഇവരെയൊക്കെ തന്നെ പ്രാർത്ഥിക്കുന്ന സെല്ലാണ് വിയ്യൂർ അതിസുരക്ഷാ ജയിലിത് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും പ്രതി നിരീക്ഷണത്തിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 24 മണിക്കൂറും CCTVയുടെ നിരീക്ഷണം എല്ലാ ഭാഗത്തുമുണ്ട്. 3 അറകളുള്ള സെല്ലാണ്. അതായത് ഒരു കുറ്റവാളി പുറത്തു വരണമെങ്കിൽ 3 തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ചാടിക്കടന്ന് മാത്രമേ എത്താൻ കഴിയൂ എന്നുള്ളതാണ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് അതല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പിലാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണം. മാത്രമല്ല നല്ല ഉയരത്തിലുള്ള മതിൽ പുറത്തുണ്ട്, വാച്ച് ടവറുകളുണ്ട്. വാച്ച് ടവറുകളിലൊക്കെ തന്നെ സുരക്ഷാ ഭടന്മാർ തോക്കുകളോട് കൂടി തന്നെ ഇവിടെ കാവലിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് വൻ സുരക്ഷയ്ക്കുള്ള ക്രമീകരണം വിയ്യൂരിലുണ്ട്. പക്ഷേ നേരത്തെ തന്നെ നമ്മൾ കൊടുത്ത റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്തെ ജയിലുകളിൽ കുറ്റവാളികളുടെ എണ്ണം കൂടുതലാണ്. അതിനനുസരിച്ചുള്ള ജീവനക്കാർ ഇല്ലതാനും. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ എന്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ടാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ ജയിലിൽ നിന്നും ചാടിയത് എന്ന കാര്യം മറന്നുകൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിയ്യൂരിൽ ലഭ്യമാണെങ്കിലും അത് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ജീവനക്കാരും സിസ്റ്റവും നമുക്ക് ആവശ്യമാണ്. അത് നടപ്പാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അമൃത. ശരി.